സ്പോട്ട് ലൈവ് തുടരുന്നു. പശ്ചിമേഷ്യയിൽ സമാധാനം അകലെ തന്നെ. ഇറാൻ ഒറ്റ രാത്രി കൊണ്ട് നശിപ്പിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ന് രാത്രി 8 മണിക്കുള്ളിൽ ധാരണയിലെത്തിയില്ലെങ്കിൽ ഇറാനിലെ പാലങ്ങളും പവർ പ്ലാന്റുകളും പൂർണ്ണമായും തകർക്കുമെന്നാണ് ഭീഷണി. ട്രംപിൻ്റേത് ഭ്രമം നിറഞ്ഞ വാക്കുകളാണെന്ന് ഇറാൻ സൈന്യം പരിഹസിച്ചു. മേഖലയിൽ US-നുണ്ടായ അപമാനം ട്രംപിന് എന്ത് ചെയ്താലും മറയ്ക്കാനാകില്ലെന്നും IRGC പ്രസ്താവന ഇറക്കി. ഇതിനിടെ ഹോർമുസ് കടലിടുക്ക് തുറക്കുന്ന വിഷയത്തിൽ UN-ൽ ഇന്ന് വോട്ടെടുപ്പ് നടക്കും. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് അജയ് സുധാ ബിജു ചേരുന്നു. അജയ്, ട്രംപ് വീണ്ടും ഭീഷണി മുഴക്കുന്നു, വെല്ലുവിളി മുഴക്കുന്നു, ഇറാനെ പ്രകോപിപ്പിക്കുന്നു. കൃത്യം 8 മണിക്ക് മുൻപ് ധാരണയിലെത്തണമെന്ന താക്കീത് നൽകുന്നു. ഇറാന്റെ പ്രതികരണം ഇതിനോട് എങ്ങനെയാണ്? സമയപരിധി നീട്ടി നൽകിയിട്ടില്ല. ട്രംപ് നേരത്തെ പറഞ്ഞ ഇന്ന് രാത്രി 8 മണി അത് തന്നെയാണ് നിലവിൽ US ഇറാന് നൽകിയിട്ടുള്ള അവസാനത്തെ ഒരു ഡെഡ് ലൈൻ എന്ന് പറയുന്നത്. ഇത് ഇന്ത്യൻ സമയത്തിലേക്ക് കണക്കാക്കുമ്പോൾ നാളെ പുലർച്ചെ 5:30 അതിനുശേഷം ഇറാനെ ശക്തമായി തന്നെ ആക്രമിക്കുമെന്നാണ് ട്രംപ് ഇന്നലെ രാത്രി, ഇന്ത്യൻ സമയം നോക്കുകയാണെങ്കിൽ ഇന്നലെ രാത്രി മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പ്രതികരിച്ചിരുന്നത്. അതായത് ട്രംപ് ഉദ്ദേശിക്കുന്നത് നാളെ, അതായത് ഇന്ന് രാത്രി 12 മണിക്കുള്ളിൽ US സമയം ഇന്ന് രാത്രി 12 മണിക്കുള്ളിൽ ഇറാനുള്ളിലെ എല്ലാ പാലങ്ങളും തകർക്കും, അതിനുശേഷം പവർ പ്ലാന്റുകളെ തങ്ങൾ ലക്ഷ്യമിടും എന്നതാണ് ട്രംപിന്റെ ഒരു ഭീഷണി എന്ന് പറയുന്നത്. ഇത് ഇന്ത്യൻ സമയം ആയിട്ട് കണക്കാക്കുമ്പോൾ പുലർച്ചെ ഏതാണ്ട് 9:30 എല്ലാം നാമാവശേഷമാക്കും എന്നതാണ് അദ്ദേഹത്തിന്റെ ഒരു മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. US നിലവിൽ അതുമായി ബന്ധപ്പെട്ട നീക്കങ്ങളാണ് നടത്തുന്നതെന്നാണ് സൂചനകൾ ലഭിക്കുന്നത്. ഇപ്പോൾ തന്നെ ടെഹ്റാന് മുകളിൽ നിരവധി യുദ്ധവിമാനങ്ങളും എല്ലാം വട്ടമിട്ട് പറക്കുന്നുണ്ട്. ടെഹ്റാനിൽ നിരവധി സ്ഫോടനങ്ങളടക്കം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യമുണ്ട്. ട്രംപ് പറയുന്നത് താൻ ഒരിക്കലും ഇത്തരമൊരു ആക്രമണം ആഗ്രഹിക്കുന്നില്ല. ഇറാനുമായി ആദ്യഘട്ട ചർച്ചകൾ ഉണ്ടായപ്പോൾ ഇറാൻ തങ്ങളോട് ചോദിച്ചത് 7 ദിവസത്തെ സമയമാണ്. എന്നാൽ താൻ അവരോട് തന്റെ മഹാമനസ്കത കൊണ്ട് 10 ദിവസത്തെ സമയം ഇറാന് നൽകി. അത് പിന്നീട് 11 ദിവസമായി നീട്ടുകയും ചെയ്തു. എന്നാൽ ഇറാൻ ഒരു ധാരണയിലെത്താൻ, ഞങ്ങളുമായി നല്ല രീതിയിൽ ഒരു ധാരണയിലെത്താൻ അവർക്ക് ആകുന്നില്ല എന്നാണ് ട്രംപ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിലവിൽ ഒരു ആക്രമണവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നതെന്നും ട്രംപ് വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോഴിത്തരം ആക്രമണങ്ങൾ നടത്തിയാലും നാളെ ഞങ്ങൾ ഇതെല്ലാം റീബിൽഡ് ചെയ്യാൻ ഇറാനെ സഹായിക്കുമെന്നും ട്രംപ് സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിന്റെ പ്രതികരണമായി ഇറാൻ പറയുന്നത്, ഇറാന്റെ ഔദ്യോഗിക സേനയായിട്ടുള്ള IRGCയുടെ ഭാഗത്തു നിന്നും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ ഭാഗത്തു നിന്നും ആരായിട്ടുള്ള ജനങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അടിസ്ഥാന കെട്ടിടങ്ങൾ, പാലങ്ങൾ എന്നിവ നശിപ്പിക്കുന്നത് അത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ യുദ്ധക്കുറ്റമായി നിർവചിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇതാണ് ട്രംപ് ചെയ്യാൻ പോകുന്നത്. ഇത് US-ലെ ജനങ്ങൾ തന്നെ ചൂണ്ടിക്കാട്ടണം എന്നതാണ് IRGC എടുത്തു പറയുന്നത്. അതുപോലെ ഇറാന്റെ പ്രസിഡന്റായിട്ടുള്ള മസൂദ് പെസഷ്കിയാന്റെ ഒരു പ്രസ്താവന ഇപ്പോൾ ഏറ്റവും പുതുതായി പുറത്തു വരുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇറാനിലുള്ള 14 ദശലക്ഷം ജനങ്ങൾ സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ട് രാജ്യത്തിനായി അവസാനം വരെ പോരാടും, അതിന് താനും ഇത് ബഹ്റൈൻ അടിസ്ഥാനത്തിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 8:30 ഈ വോട്ടെടുപ്പ് നടക്കുക എന്നാണ് വിവരമുള്ളത്. ഇത് കഴിഞ്ഞ ആഴ്ച നടക്കാനിരുന്ന വോട്ടെടുപ്പായിരുന്നു. കഴിഞ്ഞ ആഴ്ചയാണ് മറ്റ് GCC രാജ്യങ്ങളുടെ പിന്തുണയോടെ ബഹ്റൈൻ ഇത്തരമൊരു പ്രമേയം UN-ൽ മുന്നോട്ട് വെച്ചത്. അതായത് ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ ഇറാൻ തയ്യാറാകണമെന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ ആ സമയത്ത് ചൈനയും റഷ്യയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇത് വീറ്റോ ചെയ്യും എന്നുള്ള ഒരു ആശങ്ക നിലനിന്നിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ ഇവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു. എന്നാൽ ഇത് പൂർണ്ണമായി വിജയിക്കാത്ത സാഹചര്യത്തിലാണ് ഇത്തരമൊരു കാര്യം പിന്നീട് മാറ്റിവെച്ചത്. ബഹ്റൈൻ തന്നെ UN-നോട് അഭ്യർത്ഥിക്കുകയായിരുന്നു ഈ വോട്ടെടുപ്പ് മാറ്റിവെക്കാൻ. അങ്ങനെ ഈ വീറ്റോ ഭയന്നുകൊണ്ട് അത് പിന്നീട് ഈ ആഴ്ചയിലേക്ക് മാറ്റിവെക്കുകയായിരുന്നു. ആ വോട്ടെടുപ്പ് ഇന്ന് രാത്രി 8:30 നടക്കുമെന്നാണ് വിവരം. അപ്പോൾ ഈ വോട്ടെടുപ്പിൽ ഇത് വീറ്റോ, ചൈനയോ റഷ്യയോ ഇത് വീറ്റോ ചെയ്തില്ലെങ്കിൽ, അജയ്, ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ടാണ് ഇറാൻ US-നെയും അതോടൊപ്പം ഇസ്രായേലിനെയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ, ഇറാനെതിരായി നിൽക്കുന്ന രാജ്യങ്ങളെ വെല്ലുവിളിക്കുന്നതും മുൾമുനയിൽ നിർത്തുന്നത്. ഈ വിഷയത്തിൽ UN-ൽ ഒരു അനുകൂലമായ തീരുമാനം
വരികയാണെങ്കിൽ, അതായത് ഇറാനെതിരായിട്ടുള്ള തീരുമാനമാണ് വരുന്നതെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ? ഇറാൻ UN-ന്റെ നടപടിയെ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമോ അതോ വീണ്ടും പ്രകോപനം സൃഷ്ടിക്കുമോ? ഇപ്പോൾ നമുക്കൊന്നും പ്രവചിക്കാൻ കഴിയാത്ത ഒരു ചുറ്റുപാടാണ്. കാര്യം ഇറാൻ്റെ ഒരു നിലവിലെ നിലപാടുകൾ നോക്കുകയാണെങ്കിൽ ഇറാൻ നിലപാടെടുത്തിട്ടുള്ളത് തങ്ങളുടെ ശത്രുത എന്ന് പറയുന്നത് അമേരിക്കയും അവരെ പിന്തുണയ്ക്കുന്ന സഖ്യരാജ്യങ്ങളോടുമാണ്. അവരുടെ കപ്പലുകളെ മാത്രമാണ് ഹോർമുസ് കടലിടുക്കിൽ വിലക്കിയിട്ടുള്ളത്. മറ്റ് കപ്പലുകൾക്ക് തങ്ങളുടെ സൗഹൃദ രാഷ്ട്രങ്ങളായിട്ടുള്ള, പ്രത്യേകിച്ച് പേരെടുത്ത് ഇറാൻ പറഞ്ഞിട്ടുള്ളത് പാകിസ്ഥാൻ, ഇന്ത്യ, അതുപോലെ റഷ്യ, ചൈന എന്നീ രാജ്യങ്ങളെയാണ്. അപ്പോൾ ഈ രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് മേഖലയിലൂടെ സുഗമമായി കടന്നു പോകാം എന്നാണ് ഇറാൻ അറിയിച്ചിരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ മറ്റ് രാജ്യങ്ങളോട് സൗഹൃദപരമായിട്ടുള്ള ഒരു സന്ദേശം നൽകുമ്പോഴും US-നോടും അതുപോലെ ഇസ്രായേലിനോടും അവരുടെ സഖ്യകക്ഷികളോടും എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഇറാൻ ഇതുവരെ മുന്നോട്ട് നീങ്ങിയിരുന്നത്. ഇന്നൊരു പക്ഷേ UN-ൽ ഈ പ്രമേയം വന്നിട്ട് ഇത് ഇറാനെതിരായിട്ട് എല്ലാ രാജ്യങ്ങളും ഒരുപോലെ നിന്ന് ഹോർമുസ് കടലിടുക്ക് തുറക്കണം എന്നുള്ള വിഷയത്തിൽ ഈ ഒരു പ്രമേയം വോട്ടെടുപ്പ് നടന്ന് അത് വിജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇറാൻ അന്താരാഷ്ട്ര തലത്തിൽ വലിയൊരു സമ്മർദ്ദം നേരിടാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇറാന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പിന്തുണ നൽകുന്നത് ചൈനയും റഷ്യയും അടക്കമുള്ള രാജ്യങ്ങളാണ്. ഈ രാജ്യങ്ങളും ഹോർമുസ് കടലിടുക്ക് തുറക്കണം എന്നുള്ള വിഷയത്തിൽ ഒരു ഇറാനെതിരെ ശക്തമായിട്ടുള്ള നിലപാട് അന്താരാഷ്ട്ര തലത്തിൽ UN-ൽ തന്നെ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇറാന് മറ്റ് വഴികളില്ലാതെയാകും. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ അവർ ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ തന്നെയാണ് സാധ്യത. അതുകൊണ്ട് തന്നെയാണ് നിലവിൽ ഈ വോട്ടെടുപ്പ് ട്രംപിൻ്റെ ഈ ഭീഷണിയേക്കാൾ പ്രസക്തമാകുന്നത്. അതായത് ട്രംപിൻ്റെ ഭീഷണി അനുസരിച്ചുള്ള സമയപരിധി അവസാനിക്കുന്നത് നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം 5:30-നാണ്. എന്നാൽ ഈ വോട്ടെടുപ്പ് നടക്കുന്നത് ഇന്ന് രാത്രി 8:30-നാണ് ഇന്ത്യൻ സമയം. അപ്പോൾ ഈ വോട്ടെടുപ്പിൽ എന്തെങ്കിലും തീരുമാനമാവുകയാണെങ്കിൽ ട്രംപിൻ്റെ ഈ ഭീഷണി അനുസരിച്ചുള്ള ഈ ആക്രമണത്തിലേക്ക് കടക്കില്ല. ട്രംപിൻ്റെ ഒരു ഭീഷണി എന്ന് പറഞ്ഞാൽ 4 മണിക്കൂറിൽ ഇറാനെ നാമാവശേഷമാക്കും, ഒറ്റ രാത്രി കൊണ്ട് ഇറാനിലുള്ള എല്ലാ പാലങ്ങളും നശിപ്പിക്കുമെന്നതാണ് ഭീഷണി. എന്തായാലും ആ ഭീഷണിയിലുള്ള ലോജിക്ക് ഇപ്പോൾ പലരും ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. US-ലെ തന്നെ ഡെമോക്രാറ്റിക് പാർട്ടിയിലുള്ള സെനറ്റർമാരൊക്കെ ട്രംപിൻ്റെ ഈ പരാമർശത്തെ വിമർശിച്ചിട്ടുണ്ട്. അതായത് യുദ്ധക്കുറ്റമാണ് ട്രംപ് ചെയ്യുന്നത് എന്നുള്ള തരത്തിലുള്ള പരാമർശങ്ങൾ US-നകത്ത് നിന്ന് തന്നെ വിമർശനങ്ങളായി ഉയർന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ ട്രംപ് ഇത്തരമൊരു സാഹസത്തിന് മുതിരുമോ എന്ന ഒരു ചോദ്യമുണ്ട്. അതുപോലെ ഈ UN-ലെ വോട്ടെടുപ്പ് നിർണായകം തന്നെയാണ്. വ്യക്തമാണ്. അജയ് സുധ ബിജുവാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. UN-ലെ ഇന്നത്തെ വോട്ടെടുപ്പ് നിർണായകമാണ്. ഹോർമുസ് കടലിടുക്ക് തുറക്കുന്ന വിഷയത്തിൽ തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അതോടൊപ്പം ട്രംപ് നൽകിയ അന്ത്യശാസനം, അതിൽ ഇറാൻ്റെ തുടർ നീക്കങ്ങളും നിരീക്ഷിക്കേണ്ടതാണ്.